പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ. കേരള PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡേറ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ 31/5/2022 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് കുറച്ചധികം പ്രസിദ്ധീകരണങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ചില മാറ്റങ്ങളെക്കുറിച്ചും അഭിമുഖങ്ങളും അതുപോലെ 10ാം തല പരീക്ഷ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്ന കുറച്ചധികം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ, LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് ജൂൺ 1 തന്നെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ജൂൺ 1 നമുക്കറിയാം നമ്മുടെ പ്രവേശനോത്സവം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം തന്നെ എന്ന് പറയുമ്പോൾ ജൂൺ 1 തന്നെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളാണ് ജൂൺ 1 വൈകുന്നേരത്തോടുകൂടി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2019 ഡിസംബർ 31 പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരമാണ് LP ടീച്ചറിന്റെ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ 2020 നവംബറിലാണ് ഇതിന്റെ പരീക്ഷ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 21 സെപ്റ്റംബറിൽ ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നവംബറിൽ തുടങ്ങിയിട്ടുള്ള അഭിമുഖം കഴിഞ്ഞ ഏപ്രിലിനാണ് പൂർത്തീകരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LP സ്കൂൾ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റ് എന്തായാലും നാളെ തന്നെ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. 14 ജില്ലകളിലായിട്ട് ആകെ മൊത്തത്തിൽ 11,571 പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 39/2020 തസ്തികയിലേക്കുള്ള പരീക്ഷ 2022 ജൂൺ 4 എന്ന് പറയുമ്പോൾ ശനിയാഴ്ച നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടത്തുന്ന OMR പരീക്ഷ തിരുവനന്തപുരം ജില്ലയിലെ സെന്റർ നമ്പർ ശ്രദ്ധിക്കുക 1006 ഗവൺമെന്റ് HSS കമലേശ്വരത്തിന്റെ സെന്റർ 2 മണക്കാട് PO തിരുവനന്തപുരം എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകേണ്ടിയിരുന്ന രജിസ്റ്റർ നമ്പറും ഇതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ രജിസ്റ്റർ നമ്പർ മുതൽ ഇതുവരെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് HSS ഫോർ ഗേൾസ് മണക്കാട് തന്നെയാണ്, സ്കൂളിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യേണ്ടത്, പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രം ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പരീക്ഷാ ഹാളിൽ എത്തേണ്ടതായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് മാറ്റമില്ല, സെന്റർ മാത്രമേ മാറ്റുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അഭിമുഖം നടത്താൻ പോകുന്നു, ഇന്റർവ്യൂ നടത്താനായിട്ട് പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള UP സ്കൂൾ ടീച്ചറിൻ്റെത്, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള തമിഴ് ടീച്ചർമാരുടേത്, അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നവരെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളവരെ അഭിമുഖത്തിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും കോവിഡിൻ്റെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിയുടെ 3ാം ഘട്ടം പരീക്ഷ അത് വരാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ജൂൺ 11 എന്ത് വരാനായിട്ട് പോകുന്നത്, നമ്മുടെ 3ാം ഘട്ട പരീക്ഷ വരാനായിട്ട് പോകുന്നത്. സമയം 1:30 മുതൽ 3:15 വരെയാണ് നമ്മുടെ പരീക്ഷ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10ാം തല പരീക്ഷയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നുണ്ട്. കേരള ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റ് സ്പെഷ്യൽ ടെസ്റ്റ് ആണ് മെയ് 2022 വിജ്ഞാപനം 30/5/2022 നമ്മുടെ അസാധാരണ ഗസറ്റിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 29 അർദ്ധരാത്രി 12 മണിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരെന്ത് ചെയ്യുക, ഈ ഒരു ടെസ്റ്റിലേക്ക് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാംസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവലിനെ കുറിച്ചോ ഒന്നും ഇതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഞാനൊരു 7 മണിക്ക് ഒരു മാത്സിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കാണാത്തവർ അത് കൂടി കാണാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലപ്രദമാകുന്ന ക്ലാസ്സാണ്. അതുപോലെ തന്നെ രാവിലെ ഞാനൊരു റിലേറ്റഡ് ഫാക്ടിൻ്റെ ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം റിലേറ്റഡ് ഫാക്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, ക്ലാസ്സുകൾ മുടങ്ങരുത്. അപ്പോൾ കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.